ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കുറച്ച് ഓജോ ബോർഡ് എക്സ്പീരിയൻസസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതിനായിരിക്കും നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഓജോ ബോർഡ് എല്ലാവർക്കും ഒരു വട്ടം കളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. മീൻസ് അറ്റ്ലീസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ എപ്പോഴേലും കളിക്കുന്നുണ്ടാവും. ഞാൻ അത് ഒരു വട്ടം ഒന്നല്ല, പല വട്ടം കളിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ പോവാം. ആദ്യമായിട്ട് ചെറുപ്പത്തിൽ കുറേ വട്ടം കളിച്ചിട്ടുണ്ടെങ്കിലും ഇത്തിരി കൂടി ഒന്നൊരു അടിപൊളിയായിട്ട് കളിച്ചത് എൻ്റെ കോളേജ് ടൈമിൻ്റെ ഒരു ഇടക്കാണ്. കോളേജ് ടൈം പിന്നെ ജോലിക്ക് കയറുന്ന ഒരു ടൈമിൻ്റെ ഇടക്കാണ്. ഓക്കെ, അപ്പോൾ ഓജോ കൊണ്ട് ഫുള്ള് സംഭവങ്ങൾ ഞങ്ങൾ പ്രിന്റ് ചെയ്തെടുത്ത്. അപ്പോഴേ ഞങ്ങളുടെ കൂട്ടുകാർ പറയുന്നുണ്ട്, എടാ അതൊന്നും കളിക്കാൻ നിൽക്കണ്ട, ഇത് കളിച്ചവർക്ക് പ്രാന്ത് വന്നിട്ടുണ്ട്, അവളുടെ കൂട്ടുകാർക്ക് ഇങ്ങനെ ആകെ സീനൊക്കെ ആയിട്ടുണ്ട്, ഇതൊക്കെ ഭയങ്കര സീനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് പക്ഷെ എനിക്ക് ആ ഒരു സംഭവം ഉണ്ടായില്ല. ഞാൻ ആ സാധനം പ്രിന്റ് ഔട്ട് എടുത്ത്, അതും വലിയൊരു രീതിയിൽ A3 മറ്റേ സൈസിൽ പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്തിട്ടാണ് ഞാൻ പോയത്. സംഭവം അടിപൊളിയായിരുന്നു കാണാനൊക്കെ. ഞങ്ങളുടെ റൂമിൽ ആകെ 3 പേരാണ്. അപ്പൊ റൂമിൽ ഞങ്ങൾ മാക്സിമം ഗോഡ്ലി പ്രസൻസ്, അതായത് ഞങ്ങളുടെ ഖുറാനും മറ്റേ പരിപാടികളെല്ലാം അതോടൊന്ന് മാറ്റി. കാര്യം ഒരു തരത്തിലും പ്രേതത്തിനെ ഒഴികുഞ്ഞു മാറ്റാനുള്ള ഒരു സംഭവം ഉണ്ടാവരുത് എന്നുള്ളൊരു സംഭവം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പരിപാടിയില്ല. എന്തൊക്കെ ഉണ്ടോ റൂൾ അതൊക്കെ ഞങ്ങൾ ഫോളോ ചെയ്തു, എല്ലാം ചെയ്തു. ഞങ്ങളുടെ പരിപാടിക്ക് വേണ്ടി മെഴുകുതിരിയും എൻ്റെ ഗ്ലാസും ഒക്കെ പിന്നെ കോയിനൊക്കെ സെറ്റാക്കി ഞങ്ങൾ ഇരിക്കുക, പ്രേതത്തിനും കാത്തിട്ട്. പുറത്ത് നല്ല കാറ്റിട്ടോ. പരിപാടി നടക്കുന്നത് ബാംഗ്ലൂരാണ്. പക്ഷേ ഈ പരിപാടി നടക്കുന്ന രോമാഞ്ച സിനിമ ഇറങ്ങണക്കാട്ടും ഒരു കുറെ മുന്നേ, ഓൾമോസ്റ്റ് ഒരു തല്ലുമാല സിനിമ ഇറങ്ങുന്ന ടൈം. കാര്യം നല്ല ഓർമ്മയുണ്ട്. ഓക്കെ, ഞങ്ങൾ ഇരുന്നു. അതിൽ പറയാനുള്ള ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്നുള്ള പരിപാടിയൊക്കെ ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ കാത്തിക്കുക. കാത്തിരിപ്പ് 1 മിനിറ്റായി, 2 മിനിറ്റായി, 3 മിനിറ്റായി, 4 മിനിറ്റായി, 10 മിനിറ്റായി, അരമണിക്കൂറായി. പ്രേതം പോയിട്ടൊരു സാധനം പോലും വന്നിട്ട് ഒരു പാരനോർമൽ ആക്ടിവിറ്റി എങ്കിലും അവിടെ നടന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. ഒരു തേങ്ങയില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞാലും ലിറ്ററലി നത്തിങ്. അവസാനം എന്ത് ചെയ്തു, ഇത് നാട്ടുകാരെ പ്രൂവ് ചെയ്യണല്ലോ ഞങ്ങൾ കളിച്ചിക്കണെന്ന്. അതിന് വേണ്ടി കുറെ ഫോട്ടോ എടുത്തു. നല്ല അടിപൊളി സെറ്റായിരുന്നു ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ അവിടെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞാൻ പറ്റുവെച്ചാൽ അന്നേ അടുത്ത ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്യാട്ടോ. ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടാവുള്ളൂ. അതിനുശേഷം രോമാഞ്ച പടം ഇറങ്ങിയപ്പോഴാണ് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാര്യം രോമാഞ്ച പടം വന്നപ്പോൾ പിന്നെ ഓജോ പടം ഹിറ്റേ കയറിയില്ല. അപ്പോൾ പിന്നീട് അത് ഉപേക്ഷിച്ച് ഒരു കാര്യം ഉണ്ടായില്ല. ആ ഓജോ ബോർഡ് ചീറ്റിപ്പോയി. പക്ഷെ ഞാൻ അവിടെ നിർത്തിയില്ല. ഞാൻ 2ാമത്തെ വട്ടം തുടങ്ങി. അത് ഇപ്രാവശ്യം തുടങ്ങി നാട്ടിൽ ചെന്നിട്ടാണ്. പക്ഷെ അത് ഇത്രയും കൂടി ഒരു ഹൈ ലെവലിൽ ഞങ്ങൾ കളിച്ചത്. കാര്യം ഇപ്രാവശ്യം റൂമിലാണ്. പക്ഷെ 2ാമത്തെ തവണ ഞങ്ങൾ കളിച്ചത് രാത്രി കാട്ടിൽ. ആലോചിക്കണം, കാട്ടിൽ രാത്രി സെറ്റപ്പ് ആക്കിയിട്ട് ഞങ്ങൾ പുറത്ത് ഞങ്ങളുടെ ഒരു സ്റ്റുഡിയോ പോയിട്ട് വലിയ പ്രിന്റ് ഔട്ട് എടുത്തേക്ക് A3 സൈസിൽ പ്രിന്റ് ഔട്ട് എടുത്തു. കുറച്ച് എൻ്റെ കൂട്ടുകാരന്മാരോട് ഞാൻ പറഞ്ഞു, എടാ നമുക്ക് പോവാ പറഞ്ഞു. ഓക്കെ, അവന്മാർ പറഞ്ഞു ഫുൾ പവർ സെറ്റ്, ഒരു പേടിയും പഠിക്കണ്ട. അങ്ങനെ ഞങ്ങൾ രാത്രി കാട്ടിക്കയറി. ഇത് ഞാൻ എൻ്റെ അനിയനോടും പറഞ്ഞിരുന്നു ഈ കാര്യം. പക്ഷെ ഇത് എന്തുണ്ടായിരുന്നു, മൗത്ത് വഴി ഒന്ന് സ്പ്രെഡായിട്ട് ഇത്തിരി കൂടി ആൾക്കാരാണ്. ഞങ്ങൾ പോകുന്ന വഴി ആൾക്കാരുടെ എണ്ണം കൂടെ ഞങ്ങളുടെ കൂടെ. സംഭവം അവസാനം ഞങ്ങൾ അവിടെ എത്തി. പക്ഷെ അപ്പോഴത്തേനും എണ്ണം ഇത്തിരി കൂടി. ഞാനും എൻ്റെ ഫ്രണ്ടും പിന്നെ എൻ്റെ അനിയനും അങ്ങനെയൊക്കെ രീതിയിൽ 4 പേരൊക്കെ എക്സ്പെക്ട് ചെയ്തെങ്കിലും എത്തിയപ്പോൾ ഒരു 7-8 പേരെത്തി. എന്നാലും സീനില്ല. രാത്രി ആലോചിക്കണം, ഞങ്ങളുടെ ആകെ ഒരു ടോർച്ച് പിന്നെ ഫോണുകളുണ്ട്, പിന്നെ മെഴുകുതിരി മറ്റേ പരിപാടികളെല്ലാം ഉണ്ട്. എല്ലാം മേടിച്ച് അതെല്ലാം മേടിച്ച് സെറ്റാക്കി കാടിൽ നടുവിൽ പുല്ലൊന്നും ഇല്ലാത്ത ഏരിയയിൽ പോയിട്ടിരുന്ന് ആരും പുല്ലുണ്ടെങ്കിൽ അഥവാ കത്തിപ്പിടിച്ച് പടാവുണ്ടല്ലോ ഒക്കെ വന്ന് സെറ്റാക്കി തുടങ്ങി പരിപാടി. ഞങ്ങൾ ചെയ്തു തുടങ്ങിയിട്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഒരു എഫക്റ്റും കിട്ടിയില്ല. പക്ഷേ എൻ്റെ പിള്ളേര് മീൻസ് അനിയന്മാർ ഒപ്പം കളിക്കാൻ തുടങ്ങി. ചെക്കന്മാരെ കൈയൊക്കെ ഒരു നീങ്ങാൻ തുടങ്ങിയത് തൊട്ടപ്പുറത്തും നീക്കുന്നതാണോ അതോ സ്വയം കൈ നീങ്ങുന്നതാണോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. അലർച്ച തന്നെ. ഞാൻ പറ്റുവെച്ചാൽ വീഡിയോ ഇവിടെ ആഡ് ചെയ്യാം, ഉറപ്പില്ല ആഡ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ആ വീഡിയോ ഭയങ്കര രസമായിരുന്നു. അതിൽ കൂട്ടുകാരൻ വീഡിയോ എടുത്തോ, ഭയങ്കര രസമായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. പക്ഷെ അതിൽ ചെറുതായിട്ട് ഓരോരുത്തർ നീക്കുന്ന പോലൊക്കെ ഉണ്ട് വേറെ കാര്യം. പക്ഷെ അതൊരു ഗോസ്ലി എക്സ്പീരിയൻസ് ഒന്നുമല്ല. കാര്യം അതിൽ കുറെ പേർക്ക് നമ്മൾ ഓൾറെഡി ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി കുറച്ച് കഥകൾ പറഞ്ഞു കൊടുത്തു. ആ കഥ വേണമെങ്കിൽ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. കാര്യം ഞങ്ങളുടെ നാട്ടില് കാടിനോടൊക്കെ ചേർന്ന് ഇങ്ങനെയുള്ളൊരു കഥയാണ്. അപ്പോൾ അത് അവിടുത്തെ കുറച്ച് പിള്ളേരോട് പറഞ്ഞു കൊടുത്തു. അപ്പൊ അതും ഇതും കൂടി മിക്സപ്പായി. അയ്യോ ആ പ്രേതതാണോ, അങ്ങനെയാണോ, അവര് വരികയാണോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു കയോസ് ക്രിയേറ്റ് ആയി. ചിലൂര് ആ കാട്ടിൽ നിന്ന് ഓടാൻ നോക്കുന്നു. പക്ഷെ ഓടാനാണെങ്കിൽ ഇവര് കാട്ടിന്റെ കുറച്ച് ദൂരം വന്നുകൊണ്ട് ആ രാത്രി അത്രയും ഇരുട്ടത്തിൽ തിരിച്ച് ഓടാനും പേടി. ഓക്കെ, കാര്യം ഞങ്ങൾ എത്തുമ്പോഴും കുറച്ചും കൂടി അധികം പേര് വന്നു. സംഭവം ഒന്നും ഒരു കയോസ് ലെവലെത്തി. പക്ഷേ എന്താ പറയാ, അതിഭീകരമായിട്ടൊന്നുമില്ല. ഓജോ ബോർഡ്
അവസാനം അവിടെയും അതും നിർത്തി. എക്സ്പീരിയൻസ് രണ്ടെന്ന് ഞാൻ പറയാ 0 ആണ്. നില്ല് ഒരാൾക്കൊരു ഗോസ്റ്റിൽ എക്സ്പീരിയൻസ് വന്നില്ല. കാര്യം ഇത് ഞങ്ങൾ പേടിപ്പിച്ചുകൊണ്ട് കൂടുതലുള്ള ഒരുത്തരും വിരല് നീക്കിക്കൊണ്ട് വന്നൊരു ഫ്ലക്ച്വേഷൻ മാത്രമാണ്. അല്ലാണ്ട് ഊജോ കൂടുന്ന ലിറ്ററലി 2-3 വട്ടം ഞാൻ ഇതിന് മുന്നേ പലവട്ടം കളിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഇത്തിരി കൂടി ഒരു ലെവലിൽ ഞാൻ കളിച്ചത് ഇതാന്ന് മാത്രം. ഒറ്റയ്ക്ക് ഞാൻ കളിച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോ കൂട്ടുകാരായിട്ട് കളിച്ച്, നാട്ടിലത്തെ പിള്ളേരായിട്ട് കളിച്ച്. പക്ഷെ ഒരു വട്ടം പോലും ഒരു ഗോസ്റ്റിൽ എക്സ്പീരിയൻസ് വന്നിട്ടില്ല. ഇനി വേറെ വല്ലതും ട്രൈ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പലതും ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ഇതിന്റെ വീഡിയോസ് വീണ്ടും ഞാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. കുറെ വട്ടം ഇതൊന്ന് മീൻസ് എന്തെങ്കിലും ഒരു ഗോസ്റ്റ്ലി പ്രസൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിൽ പലവട്ടം പലതും ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരെണ്ണം പോലും ഒന്ന് വിജയിക്കൂ. ഇതപ്പൊ പ്രേതം വന്നു, ഇതേ പ്രേതം ഊജു കൊടുക്കുന്നൂടെ ഇതാ പ്രേതം വന്നു, എന്റെ മോനെ പേടിക്കണം. അതൊരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും വിചാരിക്കണം. കാര്യം ഇതൊക്കെ ഫേക്ക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്റെ ശ്രമം. പക്ഷേ ഇത് കാണാൻ പറ്റൂ, ഇത് സത്യമാണോ എന്നുള്ളൊരു സത്യാന്വേഷിയുടെ ഒരു കൗതുകമായിട്ട് മാത്രം കണ്ടാൽ മതി. ഓക്കെ, എനിക്കിതൊന്നും കിട്ടിയില്ല. ഇനി ഞാൻ കുറെ അധികം എക്സ്പെരിമെന്റ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ കയ്യിൽ എഴുതുന്നു അതൊക്കെ വേണമെങ്കിൽ ഓരോന്നായിട്ട് ഇടാട്ടോ. ഞാൻ കുറെ എണ്ണം ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നും യൂട്യൂബിനും മറ്റേ പരിപാടിക്കും വേണ്ടി ചെയ്തതല്ല. ഒക്കെ ചെയ്തത് എന്റേതായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. എനിക്ക് ഇതൊക്കെ എങ്ങനെ ഉണ്ടാവും. ലൂസ് ഡ്രീമിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് വിജയിച്ച സംഭവം. അത് പ്രേതമായിട്ടൊരു ബന്ധമില്ല. പക്ഷെ അടിപൊളി. അത് എത്ര പേര് വിശ്വസിക്കുന്നു പറയാൻ പറ്റില്ല. ലൂസിഡ് ഡ്രീമിന്റെ കോൺസെപ്റ്റ് അത് വിജയിക്കുന്നുള്ള. പിന്നെ ഞാൻ ഡോക്ടർ സ്ട്രേഞ്ച് ഇറങ്ങുന്ന സമയത്ത് ശരീരത്തിന് ആത്മാവ് പുറത്തു വന്ന ഒരു സംഭവം, ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയും, അത് ചെയ്യാൻ നോക്കി. പക്ഷെ അത് നടന്നില്ല. അതെന്താ എന്റെ ഉദ്ദേശം വെച്ചാൽ ശരീരത്തിന് ആത്മാവ് പുറത്തു പോകുന്നു, ഇങ്ങനെ ഫുൾ കറങ്ങിയിട്ട് തിരിച്ചു വരുന്നു. അതൊന്നും നടന്നില്ല. അത് നടക്കില്ല തോന്നുന്നു. സയന്റിഫിക് ആയിട്ട് നോക്കിയപ്പോൾ നടക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ലൂസിഡ് ഡ്രീമിങ് അങ്ങനെയെല്ലാം നടക്കും. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കി. ചിലപ്പോൾ നടക്കാനുള്ള ഹൈ സാധ്യതയല്ല, മിക്കവാറും നടക്കും. പ്രോപ്പർ മെഡിറ്റേഷൻ ഉണ്ടായാൽ മതി. ഞാൻ കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് കോളേജ് ടൈമിലാണ്. അന്നൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒരു പണി ഉണ്ടായിരുന്നില്ല. കോളേജിൽ പോവാൻ വരിക, പിന്നെ പല കട, അങ്ങനത്തെ കുറച്ച് ടാസ്കേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറൊരു ഇതുമില്ലാത്തൊരു ലൈഫിൽ ഇതൊക്കെ ആയിരുന്നു എൻ്റെ എന്റർടൈൻമെന്റ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന നോക്കണമെങ്കിൽ ചെയ്ത് നോക്കുക. എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറ്റുവെച്ച് ഷെയർ ചെയ്യാം കമന്റിൽ. നമുക്കങ്ങനെ വലിയ വിസിബിലിറ്റി ഒന്നുള്ള ചാനലൊന്നല്ല. അതുകൊണ്ട് തന്നെ ഒരാൾ കമന്റ് ചെയ്താൽ തന്നെ നമുക്ക് അത്രയും വലിയ അച്ചീവ്മെന്റ് ആണ്. ആലോചിക്കുക. ഇതിപ്പോൾ എത്ര പേര് ഈ വീഡിയോ കാണുന്നൊന്നും അറിയില്ല എനിക്ക്. പക്ഷെ കണ്ടവരോട് എന്തായാലും താങ്ക്സ്. എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇതുവരെ പുതിയതായിട്ട് വന്ന ഒരാളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ശരി, ബൈ. അടുത്തൊരു ഹൊറർ എക്സ്പീരിയൻസ് ആയിട്ട് വരാം. ഓക്കെ, ബൈ.